ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോബി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ റൈഡ് വീഡിയോ ആണ്. ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ. ഈ വീഡിയോയിൽ ഞങ്ങൾ പോകുന്ന സ്ഥലവും അവിടുത്തെ കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ റീലുകളും കുറേ ഗൂഗിൾ സെർച്ചസും ഒക്കെ നോക്കിയിരുന്ന് അങ്ങനെ പോകുന്നൊരു വൺ ഡേ ട്രിപ്പ്. സാധാരണ നമ്മൾ ഒരു ലോങ് റൈഡ് പോകുമ്പോഴായിരിക്കും കുറേ ദിവസത്തെ പ്ലാനിങ് ഒക്കെ വേണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു ട്രിപ്പിനാണ് ശരിക്കും ഞങ്ങൾ ഇതുവരെയായിട്ട് വലിയ ബിൽഡപ്പ് കൊടുത്തത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എത്ര പ്ലാൻ ചെയ്ത് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഇരിക്കുന്നിടത്തിലുള്ള പോക്കിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ പിന്നെ റൈഡിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു 2025 RS200ലാണ്. അതായത് ഞാൻ സ്വന്തമായി വാങ്ങിയ എൻ്റെ ബൈക്ക്. ഈ ഒരു ബൈക്ക് എന്താണെന്ന് ഇതിനോട് കുറച്ച് കണക്ഷൻ വരാൻ വേണ്ടിയിട്ടുമാണ് ശരിക്കും പേഴ്സണലി ഞാൻ ഈ ഒരു റൈഡ് പോകുന്നത്. നേരത്തെ ഒരു R15 ഓണർ ആയതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ KTMൻ്റെ അല്ലെങ്കിൽ ഒരു ബജാജിൻ്റെ സ്വഭാവം എന്തെന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട്. കുറേ കാലം മുമ്പ് 150 220 ഒക്കെ യൂസ് ചെയ്തെങ്കിലും അതിൽ നിന്നുമൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഈ ഒരു ബൈക്ക് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബൈക്കിനെ ചൊല്ലിയുള്ള വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ റിവ്യൂസ് എല്ലാം പറയാം. അങ്ങനെ കുറേ നേരത്തെ റൈഡിന് ശേഷം ഞങ്ങൾ ഒഫീഷ്യലി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്ഥലം എനിക്ക് അങ്ങനൊന്നും മറക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തുപാറ റൈഡിനിടയിൽ വെച്ച് കൊട്ടാരക്കരയ്ക്ക് റൂട്ടിടാൻ പറഞ്ഞപ്പോൾ പത്തനംതിട്ടയ്ക്ക് റൂട്ടിട്ട നമ്മളുടെ ലേഡി ബാക്ക് പുറകിൽ മിണ്ടാണ്ടിരിപ്പുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു ഈ സ്ഥലം മനസ്സിലായെന്ന്. അപ്പോൾ മിററിൽ കൂടെ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു പ്ലിങ് അടിച്ച് ബാക്കിൽ ആളുണ്ടായിരുന്നു. അങ്ങനെ ഓടിപ്പോയ വണ്ടി പിടിച്ച് നിർത്തി നേരെ തിരിച്ച് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക്. കാരണം ക്ഷണിക്കാൻ തന്ന അതിഥിയാണല്ലോ വിശപ്പ്. അങ്ങനെ വിശപ്പിനെ ശമിപ്പിക്കാനായിട്ടൊരു ശ്രമം. വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ചെന്ന് നിന്ന സ്ഥലം, ആ റെസ്റ്റോറൻറ്റ്, അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുള്ളായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ വിശപ്പിനെ കടിഞ്ഞാണിട്ട് പിടിച്ചുകൊണ്ട് ഒരു 30 മിനിറ്റ് റൈഡ് വീണ്ടും പാസ്സാക്കി. അങ്ങനെ ഓരോ നിമിഷവും എൻ്റെ മൈൻഡിൽ ഒരു പൊറോട്ടയും ബീഫ് കറിയും ചായയും അങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റൂട്ടിടാൻ പറഞ്ഞ ബാക്ക് പാക്കിനോട് റൂട്ടിട്ടു. എന്നിട്ട് വീഡിയോയും എടുത്ത് പുറകിലിരുന്നു. ഭാഗ്യത്തിനാണ് വെറുതെ ലെഫ്റ്റ് സൈഡ് നോക്കി ആ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചത്. അതെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള കോന്നി എക്കോ ടൂറിസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോന്നി എക്കോ ടൂറിസം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. 9:30 ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. ചില ദിവസങ്ങളിലൊക്കെ അവധിയുമുണ്ട്, അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ദിവസങ്ങൾ. ഗൂഗിൾ മാപ്പിൽ പക്ഷേ ഇതെപ്പോഴൊക്കെ പ്രവർത്തിക്കും എന്നുള്ളത് വ്യക്തമായി കൊടുത്തിട്ടുമുണ്ട്. സോ അങ്ങനെ കുറച്ച് പേര് അവിടെ നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വണ്ടിയുടെ കുറച്ച് ഷോട്ട്സും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം അങ്ങനെ തള്ളി നീക്കി. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും കെടാതെ നിന്നൊരു കാര്യം, വിശപ്പ്. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാത്തപ്പോൾ വണ്ടി എടുത്ത് നേരെ കഴിക്കാൻ വിട്ടു. അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് തൊട്ടടുത്തുള്ള ആനപ്പന്തിയിലേക്ക് നടന്നു. ഇതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ലെങ്കിലും കൊച്ചിൻ്റെ മുമ്പിൽ എല്ലാം അറിയാവുന്നവനെ പോലത്ത് ഞാൻ നിന്നു. എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടുള്ള നിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും ഹെൽമെറ്റ് കിടന്നുകൊണ്ട് എക്സ്പ്രഷൻ അറിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ നടന്ന് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്ക് പോയി. ഇതിനകത്ത് ആനയുടെ വലിയ പ്രതിമകളും അതിൻ്റെ അസ്ഥികൂടങ്ങളും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് എങ്ങനെയാണ് ആനയെ കെണി വെച്ച് പിടിച്ചതെന്നും അതിനെ എങ്ങനെയാണ് കീഴടക്കിയതെന്നും
ഉള്ള ഒരു ചെറിയ വാഴക്കുരി ഇൻഫർമേഷനാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്ലാസ് ചേമ്പറിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനപ്പന്തിയും ആൾക്കാരുടെ കെണികളും ഒക്കെ അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള റൂമിൽ ചെന്നപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു മതിലിനപ്പുറം നിന്നുള്ള സ്നേഹപ്രകടനം മാത്രം കാഴ്ചവെച്ചിട്ടുള്ള ഞാൻ, എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവിയുടെ അസ്ഥികൂടം കണ്ട് അമ്പരന്ന് നിന്നു. ആദ്യം നമ്മുടെ ലേഡി ബാക്ക് പാക്ക് പറഞ്ഞ് ഇത് വല്ല മെഴുകുമായിരിക്കുമെന്ന്. പക്ഷേ ഒരു ഡൗട്ട് തോന്നിയതിൻ്റെ പുറത്ത് ഞാൻ തൊട്ടടുത്തിരുന്ന ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചു. ഇത് ശരിക്കും ഒറിജിനലാണ്. ഈ ഗ്ലാസ് ചേമ്പറിൽ കാണുന്ന ഇതിൻ്റെ ബോഡി പാർട്സ് എല്ലാം ഒറിജിനലാണ്. കാൽമുട്ടും അതിൻ്റെ താടിയല്ല് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പലതരം ആനകളും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും എല്ലാം ഈ ഭിത്തികളിൽ ഫോട്ടോയിലും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഇൻഡോർ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഒറിജിനൽ ആന വെള്ളവും കുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് കണക്ക്. ഈ ആനയുടെ പേരാണ് മീന. 34 വയസ്സുണ്ട്. ആ ഒരു നിപ്പൊക്കെ കണ്ടപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഡൗട്ടൊക്കെ അടിച്ചു എന്തായിരിക്കുമെന്ന്. പിന്നീടാണ് കാര്യം മനസ്സിലായത്. വെറുതെ അല്ല ഇത്രയും വെള്ളം അത് കുടിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഒരു നല്ല ഫ്രെയിം റേറ്റിൽ ഒരു കുളി പാസ്സാക്കിയ ആനയും തൊട്ടടുത്തിരിക്കുന്ന മതപ്പാടരങ്ങ് ഒരു കൊമ്പനെയും കണ്ടുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടോ. ലൊക്കേഷൻ എങ്ങോട്ടാ? അങ്ങനെ ആനക്കൊട്ടിലിൽ കയറി ആനകളെയൊക്കെ കണ്ട് അതിൻ്റെ ഏകദേശം ജീവശാസ്ത്രമൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ കുറേ നേരം അവിടെ വെറുതെ ഇരുന്ന് സമയം ചെലവഴിച്ചു. അതിനുശേഷം ഞാൻ പില്യാണം കയറ്റി നേരെ പോയത് കൊട്ടവഞ്ചി സഫാരിയിലേക്കാണ്. ഇതും കോന്നി എക്കോ ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു ആക്ടിവിറ്റി സ്പോട്ടാണ്. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേര്. ഈ 4 പേർക്ക് കൂടി 600 രൂപ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇനി അവിടെ ചെന്ന് 2 പേരെ കൂടി കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഈ ഒരു റോഡ് കയറിയപ്പം എനിക്ക് അത്യാവശ്യം ഒരു പ്രകൃതിയായിട്ടൊരു കണക്ടിവിറ്റിയൊക്കെ വന്നു. വലിയ റോഡും അതിന് ചുറ്റും ഒരു കാടും വലിയ വലിയ മരങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് അതൊരു ശാന്തതയും കുളിർമയൊക്കെ ഏകി. അങ്ങനെ തൊട്ട് മുമ്പിലുള്ള ഒരു കടയിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ചായ കുടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ട് നിർത്തിയതും തൊട്ട് ഫ്രണ്ടിൽ ചെക്കിങ്. പാവം പോലീസുകാർക്കറിയില്ലല്ലോ വയറ് കരഞ്ഞപ്പോൾ നിർത്തിയതാണെന്ന്. അങ്ങനെ വണ്ടിയൊക്കെ ഞങ്ങളവിടെ സെറ്റ് ചെയ്തതിന് ശേഷം അകത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് ആ റൈഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു.
അങ്ങനെ അത്യാവശ്യം നല്ല റോഡിലൂടെയുള്ള സവാരി കഴിഞ്ഞതിന് ശേഷം നേരെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. സ്പോർട്സ് ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ഒരു സ്പോർട്സ് ബൈക്ക് ഓണേഴ്സിന് വെല്ലുവിളിയാണല്ലോ. എന്നിരുന്നാലും സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ ഒരു വൈബിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. രണ്ട് സൈഡും കാടും പൊട്ടിപ്പൊളിഞ്ഞ റോഡും എവിടെ എന്തൊക്കെയൊരു ഗ്രാമീണത തുളുമ്പുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബോട്ട് സഫാരിയുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി വേണം പോയി ടിക്കറ്റൊക്കെ എടുത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ക്യാമറയൊക്കെ ഞാൻ നമ്മുടെ പില്ലിയാണെ ഏൽപ്പിച്ചിട്ട് നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യില്ല, എല്ലാം കാർഡാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഫാമിലിയെ കിട്ടി. അത്യാവശ്യം വൈബായിട്ടുള്ളൊരു മനുഷ്യൻ, നല്ല ശാന്തത, വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണ്. അങ്ങനെ അല്പസമയത്തെ നടത്തത്തിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ കൊട്ടവഞ്ചിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. 23 നമ്പർ കൊട്ടവഞ്ചിയായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ വഞ്ചി കയറിയിരുന്ന് കുറേ നേരം തൊഴുത് അപ്പൂപ്പൻ്റെ മാസ്റ്റർ പീസൊക്കെ കാണിച്ച് എൻ്റെ ബോധവും കളഞ്ഞ് ആകെ മൊത്തത്തിൽ സീൻ കോൺട്രയായി. പിന്നെ ആ കൊട്ടവഞ്ചിക്ക് അതിൽ നിന്ന് ഇറങ്ങി പോയൊരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു റൈഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ദിവസത്തേക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം പത്തനംതിട്ട കോന്നി എക്കോ ടൂറിസം. ശുഭം.